പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി NMR റസാഖ് അമൃത വാർത്തകളോടൊപ്പം ചേരുകയാണ്. ഈ NMR ബിരിയാണി എന്ന് പറയുമ്പോൾ പാലക്കാട്ടുകാരുടെ ഒരു വികാരമാണ്. അതുപോലെ NMR റസാഖ് പാലക്കാട്ടുകാരുടെ സ്വന്തം MLA ആവോ? ഉറപ്പില്ല, വളരെ 100% ഉറപ്പ്. പാലക്കാട്ടുകാരുടെ MLA ആയിട്ട് പ്രാവശ്യം ഉണ്ടാവും. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? ചൂടാണ്, വലിയ ചൂടാണ്. അപ്പോൾ പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? എനിക്ക് തോന്നുന്നു ഈ കാലാവസ്ഥ ചൂടിനേക്കാളും കൂടുതൽ തെരഞ്ഞെടുപ്പ് ചൂടാണ്. ആ ചൂട്ടിൽ പിന്നെ നമ്മൾ ഈ ഇടതുപക്ഷമില്ലേ, അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല പ്രവർത്തകർ നല്ല ആവേശത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ വോട്ടർമാരും നല്ല രീതിയിൽ സ്ഥാനാർത്ഥിയെ ഏറ്റെടുത്ത് നല്ലൊരു പ്രവർത്തനങ്ങൾ എല്ലാവരും മനസ്സുകൊണ്ട് ദിവസത്തിന് കാത്തു നിൽക്കുക. 9-ാം തീയതി നായി കെട്ടിയാൽ വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അതിനൊരു കാത്തിരിപ്പിലാണ് എല്ലാവരും. എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ രണ്ടുപേരും വലിയൊരു മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ നിന്നിടത്തെല്ലാം വലിയ രീതിയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതൊരു വെല്ലുവിളിയാകുമോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണോ? ഇപ്പോൾ ദുർബലനാണെന്നാണോ? ജനങ്ങളുടെ ഇടയിൽ ശക്തമായ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് LDFൻ്റെ. ആയതുകൊണ്ട് ജനം അതിനകത്ത് തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന ആൾ ജയിക്കും, ഇന്ന ആൾ ജയിപ്പിക്കണം. അപ്പോൾ ബാക്കി അതിന് മുന്നിൽ ബാക്കിയെല്ലാം നിഷ്ഫലം. ഈ പ്രചരണത്തിനും എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ വിഷയങ്ങളാണ്? പ്രധാനമായിട്ടും വികസനം തന്നെയാണ് വിഷയം. ഈ ഒരുപാട് വികസനങ്ങൾ നമുക്ക് പാലക്കാട് MLA ചെയ്യേണ്ടുന്ന ഒരുപാട് വികസനങ്ങൾ മുടങ്ങിക്കിടക്കുന്നുണ്ട്. അത് നമുക്ക് ത്വരിതഗതിയിൽ നടപ്പാക്കണം. മുടങ്ങിക്കിടന്ന് മുഴുവനും എത്രയും പെട്ടെന്ന് തീർപ്പാക്കാനുള്ള അതാണ് ആദ്യത്തെ പരിഗണന. പിന്നെ ഈ പ്രചാരണത്തിനിടയ്ക്ക് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ പല ഭാഗത്തു നിന്ന് ചോദിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു വികസന രേഖ ഉണ്ടാക്കി അത് നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല ബൈപ്പാസുകളും മുടങ്ങിക്കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം. കാരണം നഗരത്തിലെ ഗതാഗത തിരക്കുകൾ ഒഴിവാക്കാനും സുഗമമായ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കാനും അതുമാതിരി കലാപരമായിട്ടുള്ള കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സ്റ്റേഡിയങ്ങൾ, അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറയാമെന്നുണ്ടെങ്കിൽ ഒരുപാട്. ഇപ്പോൾ വിക്ടോറിയ കോളേജിൽ സയൻസ് ബ്ലോക്ക് അത് പാസ്സാക്കിയതാണ്. EMS സയൻസ് ബ്ലോക്ക് എന്നുണ്ട്. അത് ഇതുവരെ നടപ്പാക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോ ഭാഗത്ത് പോകുമ്പോൾ ഓരോ ആവശ്യങ്ങളുണ്ട്. അത് അങ്ങനെയൊക്കെ മുടങ്ങിക്കിടക്കുന്ന മുഴുവനും ഏറ്റവും ആദ്യം അത് നടപ്പാക്കണം. പുതിയ പദ്ധതികൾ കൊണ്ടുവരണം, അത് നടപ്പാക്കണം. ഈ UDFൻ്റെ ഒരു സിറ്റിംഗ് മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. പക്ഷേ UDFൻ്റെ MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിഷയം, ആ വിവാദങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കും. അതും കൂടെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ജനങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടാകുക എന്ന് കരുതുന്നുണ്ടോ? വളരെ ആധുനിക കാലഘട്ടമല്ലേ, എല്ലാം വിരൽത്തുമ്പിലാണ്. ജനത്തിന് എല്ലാം അറിയാം, എല്ലാം കാണുന്നുണ്ട്. ആ കാണുന്നതാണ് നമ്മളുടെയൊക്കെ വിജയം ഉറപ്പിക്കുന്നത്. അപ്പോൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്? എന്താ സംശയം? ഉറപ്പില്ലേ, 100%. പാലക്കാട്ടുകാർക്ക് അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരാൾ MLA ആകുന്ന പ്രതീതി എല്ലാവരുടെ മുഖത്തും ആ ഒരു ഫീല് ഇങ്ങനെ കാണുന്നുണ്ട്. എല്ലാവരും അതിനു വേണ്ടി കാത്തു നിൽക്കാന്ന് പറഞ്ഞല്ലേ. ഈ പ്രചരണത്തിന് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോൾ ആളുകളുടെ ഇടയിൽ നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്? തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. ആൾക്കാരുടെ മുന്നിലൊക്കെ വലിയൊരു പ്രതീക്ഷയാണ്. നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരാൾ MLA ആകണമെന്നുള്ള ഒരു ഫീൽ എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സഹോദരൻ, നമ്മളുടെ മകൻ MLA ആയി വരുന്ന ജനപ്രതിനിധി ആകുന്നുള്ള ഫീല് എല്ലായിടത്തും ഉണ്ട്. അത് നല്ല രീതിയിൽ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള NMR റസാഖ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ക്യാമറാമാൻ സുനിൽകുമാറിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്.